ഉത്രാടം നക്ഷത്ര പൊതുഫലങ്ങൾ. 1200 ആണ്ട് കൊല്ലവർഷം 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഉത്രാടം നക്ഷത്ര പൊതുഫലങ്ങൾ. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴരശനിയുടെ ദോഷം. മകരക്കൂറിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ ദോഷം ഈ വർഷം മാർച്ചോടുകൂടി അവസാനിക്കുകയാണ്. 5-ലെ വ്യാഴവും അനുകൂലാവസ്ഥയാണ്. മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള സമയം വളരെ നല്ല സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. മെയ് മാസത്തിന് ശേഷം 6-ലെ വ്യാഴവും വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവെക്കുവാനും അവസരമുണ്ടാകും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുന്നത് വഴി പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കും. ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും. സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും. വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പ്രാബല്യത്തിലും ഫലത്തിലും വന്നു ചേരും. ഏറ്റെടുക്കുന്ന കരാർ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. കർമ്മമേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ജനസ്വാധീനം വർദ്ധിക്കും. അവസരോചിതമായ ഇടപെടലുകളാൽ പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവായി അന്തിമ നിമിഷത്തിൽ കാര്യസാധ്യം കൈവരും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യം ഉണ്ടാകും. ചികിത്സ ഫലിക്കും. സുവ്യക്തമായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കും. വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. ഉപരിപഠനത്തിന് അനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശവും വർദ്ധിക്കും. ഏകാഭിപ്രായത്തോടുകൂടിയ ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും. തൃപ്തിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമുണ്ടാകും. ഭരണപാഠവും ശുഭാപ്തി വിശ്വാസം, ലക്ഷ്യബോധം, ഏകാഗ്രചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. ആഗ്രഹിച്ച പോലെ സന്താന ഭാഗ്യമുണ്ടാകും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. നാഡീ കർണരോഗ പീഡകർക്ക് വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തും.